ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് മടങ്ങാൻ ട്രെയിനിൽ ടിക്കറ്റ് ലഭിക്കാതെ മറുനാടൻ മലയാളികൾ. നിരന്തരം ആവശ്യമുയർത്തിയിട്ടും സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാത്തതാണ് മലബാർ മേഖലയിലേക്കുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. എല്ലാ ഉത്സവകാലങ്ങളിലും ട്രെയിനിലെ ദുരിതയാത്ര വലിയ വാർത്തയാവാറുണ്ടെങ്കിലും മലബാറിനോടുള്ള റെയിൽവേയുടെ ചിറ്റമ്മ നയത്തിന് മാറ്റമില്ല. ഡിസംബർ 20 ശേഷം ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നൊന്നും കൺഫേം ടിക്കറ്റ് കിട്ടാനില്ല. മുംബൈ, ഡൽഹി, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് മടങ്ങേണ്ടവർക്കും അവസ്ഥ വ്യത്യസ്തമല്ല. ഉത്സവ സീസണിലെ തിരക്ക് പരിഗണിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാത്തതാണ് ദുരിതം കൂട്ടിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് മലബാർ മേഖലയിലേക്ക് യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസ്, ചെന്നൈയിൽ നിന്നുള്ള യാത്രക്കാർ കാര്യമായി ആശ്രയിക്കുന്ന ചെന്നൈ മംഗലാപുരം, ചെന്നൈ മെയിൽ എന്നീ ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുമ്പേ ബുക്കിംഗ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ അവഗണനയാണ് തങ്ങളുടെ ഈ യാത്രാ ദുരിതത്തിന് കാരണമെന്നും ദീർഘദൂര യാത്രക്കാരെ പോലെ നിത്യവും യാത്ര ചെയ്യുന്നവരും വലിയ പ്രതിസന്ധിയിലാണെന്ന് യാത്രക്കാർ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് കേരളത്തോടൊക്കെയുള്ള അവഗണനയുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം ദീർഘദൂര യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് യാത്രയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന യാത്രക്കാർ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പലരും ട്രെയിന് കിട്ടാതെ ബസ്സുകളൊക്കെ ആശ്രയിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ യാത്രക്കാർക്കും ദീർഘദൂര യാത്രക്കാരോടുള്ള ബുദ്ധിമുട്ട് ഈ റെയിൽവേയുടെ അവഗണനയുടെ ഭാഗമായിട്ട് എത്രയോ നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ റിസർവേഷൻ ഫുള്ളായതോടെ വലിയ തുകയ്ക്ക് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.